അപ്പോൾ ഇതാണ് നമ്മുടെ UPS. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വിച്ച് ഓൺ ആക്കിയാൽ ഓൺ ആവത്തില്ല. നമ്മൾ പവർ കണക്ട് ചെയ്ത് ഓൺ ആക്കിയാലും നോർമലായിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ ലൈറ്റ് കത്തിയേനെ. ഇപ്പം അനക്കൊന്നുമില്ല. നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കിയാലും പ്രത്യേകിച്ച് റിയാക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ UPS-ന് ഒരു 10 വർഷത്തോളം പഴക്കമുണ്ട്. കാരണം ഇത് വേറൊരാൾ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഇത് ആള് 2017-ലാണ് ഇത് മേടിക്കുന്നത്. അത് കുറെ കാലം ഉപയോഗിച്ചു, കംപ്ലൈന്റ് വന്നു, ഇത് കളഞ്ഞു. അന്നപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ബാറ്ററി മാറി നന്നാക്കി എടുത്ത സാധനമാണ് ഇത്. അപ്പം ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺ ആവത്തില്ല. അത് കണ്ടല്ലോ. അപ്പം ഇതിന്റെ ബാറ്ററി പോകാനാണ് ചാൻസ് കൂടുതൽ. കാരണം V-Guardന്റെ ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. നമുക്ക് ഏതായാലും അഴിച്ചു നോക്കാം. നമുക്ക് ഇത് അഴിക്കാം. 4 സ്ക്രൂ ആണ് വരുന്നത്. 4 നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ സ്ക്രൂ എല്ലാം ലൂസ് ചെയ്തു. അപ്പം ഇത് കവർ, ടോപ്പ് കവറാണ് ഇതിൻ്റെ ഊരുന്നത്. ടോപ്പ് കവർ ഊരിയെടുക്കുക. അപ്പോൾ ഊരുമ്പം ഇതിന് ചെറിയ ബാറ്ററിയുടെ കണക്ഷൻ വരുന്നുണ്ടാകത്ത്. അത് നമ്മൾ ഡിസ്കണക്ട് ചെയ്താൽ ഇത് ഊരി വരത്തും. അപ്പം ഈ ബാറ്ററി ടെർമിനൽ നമുക്ക് ആദ്യം ഡിസ്കണക്ട് ചെയ്യാം. അപ്പം നമ്മുടെ UPS സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഫുള്ള് പൊടിയും കാര്യങ്ങളുമാണ്. അത് മാത്രമല്ല ഈ ബാറ്ററി എനിക്ക് തോന്നുന്ന ഒന്ന് മാറിയിട്ട് ഇപ്പം 4-5 കൊല്ലം ആയതാണ്. ഇതും പ്രശ്നമാണ്. ഇതിൻ്റെ ബോർഡ് വരുന്ന ഇതാണ്. നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി ആദ്യം നമ്മളിവിടെ 20 വോൾട്ട് DC-യിൽ ഇട്ടിട്ടുണ്ട്. ഇത് 12 വോൾട്ട് ബാറ്ററിയാണ്. നമുക്കിവിടെ നോക്കാം. നമ്മുടെ ഇതിൽ വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ല. എങ്ങനെയൊക്കെ നോക്കിയിട്ടും വോൾട്ടേജ് കാണിക്കുന്നില്ല. ഈ ബാറ്ററി ഡെഡാണ്. നമ്മളപ്പം ബാറ്ററി ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററി 0 വോൾട്ടാണ് കാണിക്കുന്നത്. ബാറ്ററി ചാർജ് ഇല്ല. പിന്നെ ഇതിൻ്റെ ബോർഡെ നോക്കിയിട്ട് നമ്മൾ അഴിച്ചു നോക്കിയത്. ബോർഡെ നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല പൊതുവേ. നമ്മളപ്പം ബാറ്ററി എന്നാണല്ലോ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറൊരു ബാറ്ററി ഉണ്ട്. നമുക്കത് ഇട്ട് നോക്കാം. അത് ഫുൾ ചാർജ് ഉള്ളതാണ്. അത് നമുക്ക് ഇട്ട് നോക്കാം. നമ്മൾ വേറൊരു ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. പുതിയത് മേടിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ കണ്ടോ 12 വോൾട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പം നമുക്ക് ഈ ബാറ്ററി ഇതിൽ വെച്ചിട്ട് ഓണാക്കി നോക്കാം. ഇതാണ് നമ്മുടെ പഴയ ബാറ്ററി. ഇത് നമ്മുടെ പുതിയ ബാറ്ററി. നമുക്ക് ആദ്യം ഇതിനൊക്കെ ഒന്ന് ഈ ബാറ്ററി വെക്കുന്നതിന് മുന്നേ പൊടിയൊക്കെ തൂത്ത് ക്ലീൻ ചെയ്തെടുക്കാവേ. നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്തു. ഇതേലുള്ള തുരുമ്പ് നമുക്ക് കളയാൻ പറ്റത്തില്ല. അത് പണിയാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി വെച്ച് നോക്കാം. ബാറ്ററി കറക്റ്റ് ഈ ബാറ്ററി ഇരിക്കുന്ന ഹോൾഡറിലോട്ട് ഇറക്കി വെക്കാം. നമ്മൾ ബാറ്ററി വെച്ചു. ഇനി കണക്ഷൻ കൊടുത്ത് ജസ്റ്റ് പവർ ഓൺ ആക്കി നോക്കാം. നമ്മൾ ബാറ്ററി ടെർമിനൽ കണക്ട് ചെയ്തു. ഇനി ഇത് ഫുള്ള് കവർ അടയ്ക്കാം. ഗൈസ്, അപ്പം നമ്മൾ ബാറ്ററിയൊക്കെ വെച്ച് കവർ ഇട്ടു. മുറുക്കിയിട്ടില്ല. നമുക്കിത് ഓൺ ആവുമെന്ന് നോക്കാം. അപ്പം നമ്മുടെ UPS സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ പ്രശ്നമായിരുന്നു. നമ്മൾ ബാറ്ററി മാറി. അപ്പം UPS ഓൺ ആയിട്ടുണ്ട്. നമ്മൾ പവർ ഓൺ ആക്കുകയാണ്. നമ്മുടെ ഇവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ട് ചാർജിങ്ങിൻ്റെ. ഇനി ജസ്റ്റ് ഓൺ ആക്കിക്കൊണ്ട് നോക്കാം. ഓണായി നമ്മുടെ ഇത്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് കറണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. അത് UPS ഓൺ ആക്കി. ഇനി ചെക്ക് ചെയ്യാം. നമ്മുടെ ഇവിടെ 249 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ പവറെ കുത്തിയിട്ടുള്ള ഔട്ട്പുട്ടാണ്. നമുക്ക് പവർ ഓഫ് ആക്കിയിട്ടുള്ളത് നോക്കാം. ഇപ്പോൾ പവർ ഓഫാക്കി. UPS-ലാണ് വർക്കാവുന്നത്. നമുക്കിനി നോക്കാം. നമുക്ക് UPS-ൽ 180 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ UPS നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്.